ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽ ഖാലിഖും അൽ ഖല്ലാഖും ആണ് ഇനി പറയാനുള്ളത്. ഖാലിഖും ഖല്ലാഖും ഇത് രണ്ടും ഏകദേശം സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. പിന്നെ ഖാലിഖ് എന്ന് പറയുമ്പോൾ ഇല്ലായ്മയ്ക്ക് ശേഷം എല്ലാ വസ്തുക്കൾക്കും ഒരു ഉണ്മ, അല്ലെ, ഒരു സൃഷ്ടിപ്പ് നടത്തിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് അൽ ഖാലിഖ് എന്നുള്ള അർത്ഥം വരുന്നത്. അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ എണ്ണത്തിലും വണ്ണത്തിലും സൃഷ്ടിപ്പിൽ പുതുമ കാണിക്കുന്നവനെന്നും താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ സൃഷ്ടിക്കുന്നവനും എന്നുള്ള അർത്ഥത്തിലാണ് അൽ ഖല്ലാഖ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായത് അല്ലെ. ഇല്ലായ്മക്ക് ശേഷം എല്ലാ വസ്തുക്കൾക്കും ഒരു ഉണ്മ, സൃഷ്ടിപ്പ് നൽകിയ, ഇല്ലാത്തതിൽ നിന്നും ഉണ്ടാക്കിയത് അല്ലെ. മറ്റേത് എണ്ണത്തിലും വണ്ണത്തിലും പുതുമ കാണിക്കുന്ന പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ സൃഷ്ടിക്കുന്ന അതാണ് അതിൽ അർത്ഥം വരുന്നത് അല്ലെ. പരിശുദ്ധ ഖുർആനില് 11 സ്ഥലങ്ങളിൽ അൽ ഖാലിഖ് എന്ന നാമം വന്നിട്ടുണ്ട്. നമ്മള് സൂറത്തുൽ ഹശ്റിൽ നമുക്കറിയാലേ, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അൽ ഖാലിഖ്. പിന്നെ അതുപോലെ ഖല്ലാഖ് എന്നുള്ള പദവും പരിശുദ്ധ ഖുർആനില് ഹുവൽ ഖല്ലാഖുൽ അലീം വഹുവൽ ഖല്ലാഖുൽ അലീം എന്നൊക്കെ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. ഖാലിഖിന്റെ ബഹുവചന രൂപമായിട്ടും അഹ്സനുൽ ഖാലിഖീൻ എന്ന ഖാലിഖിന്റെ ബഹുവചന രൂപമായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പം അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് അൽ ഖാലിഖ് അൽ ഖല്ലാഖ് എന്നുള്ള ഈ നാമം. അപ്പോൾ ഇത് എന്തെല്ലാം രൂപത്തിൽ നമുക്ക് വിശദീകരിക്കാൻ പറയുന്നത്, ഒന്ന് പിന്നെ മുൻ മാതൃകയില്ലാതെ പടക്കുന്ന ഇത് അല്ലെ. അതായത് പിന്നെ ഇതിനു മുമ്പ് അതിനൊരു മാതൃക അള്ളാഹുവിന്റെ അല്ലെ. ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രകൃതിയിലുള്ള അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ നോക്കിയിട്ട് അതുപോലെ പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പറയുന്നില്ലേ, ഈ എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ, അതൊക്കെ ഈ പ്രകൃതിയിൽ പക്ഷികളെയും അതുപോലെ തുമ്പീനെയൊക്കെ നോക്കിയിട്ട് അതിന്റെ മോഡലാണ് മനുഷ്യന് പിന്നെ അതൊക്കെ നിർമ്മിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന് എന്തില്ല, ആക്കാനൊന്നുമില്ല. അള്ളാഹു തന്നെയാണ് ആ വസ്തുവിനെ എന്താക്കിയിട്ടുള്ളത്, ആദ്യമായിട്ട് പടച്ചിട്ടുള്ളത്. അതാണ് ആ ഖാലിഖ് എന്നുള്ള ആ ഒരു ഇതിന്റെ ഇത് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അല്ലെ ഒരു നിർണയം, ഒരു രൂപം അല്ലെ, അതൊക്കെ അള്ളാഹു തആല നൽകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഖാലിഖ് എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെയും വരുന്നത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു എന്താണ്, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അല്ലെ. അപ്പം അള്ളാഹു അൽ ഖാലിഖായ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പടക്കുന്നവരാണ്. അതിനാണ് എന്ത് പറയുന്നത്, ഖല്ലാഖ് എന്നുള്ള ആ ഒരു അർത്ഥം കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം അതിന്റെ ഒരു പിന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മള് സൂറത്തുൽ ബഖറയിൽ നമ്മളൊരു ആയത്ത് പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ്, യാ അയ്യുഹന്നാസ് ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും അല്ലെ. നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബിനെ നമ്മൾ എന്താക്കാണ്, ഇബാദത്ത് ചെയ്യാൻ, അവനെ മാത്രം അല്ലെ, അള്ളാഹുവിനെ മാത്രം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു എന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രം. വേറൊരു ഖാലിഖ് ഉണ്ടാ? ഇല്ല അല്ലെ. വേറൊരു സൃഷ്ടാവുണ്ട് ഈ ദുനിയാവില്? ഇല്ല അല്ലെ. നമുക്ക് ഭക്ഷണം തരുന്ന അല്ലെ, നമ്മളെല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരുന്നത് നമ്മളെ റബ്ബ്, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അല്ലെ. യാ അയ്യുഹന്നാസ്, അള്ളാഹു തആല സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും അല്ലെ. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിക്കുക. എന്താണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അല്ലെ. ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന വേറൊരു ഖാലിഖ് ഉണ്ടോ അല്ലെ? നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല അല്ലെ. ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഫകൂൻ, ഇല്ല അല്ലെ. അവനല്ലാതെ വേറൊരാളും ഇല്ല. പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ ആ ഒരു വിഷയത്തിൽ തെറ്റിപ്പോകുന്നത് എന്ന് അള്ളാഹു തആല ചോദിക്കുന്നത്. സൃഷ്ടാവും സൃഷ്ടികൾ ഒരിക്കലും എന്താവൂല, ഒരുപോലെ ആകുകയേ ചെയ്യില്ല അല്ലെ.
അപ്പം പിന്നെ അള്ളാഹു താല പറഞ്ഞിട്ടല്ലോ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവര് ഒന്നും തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല അല്ലെ. അവരാണെങ്കിലോ അവര് സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. അപ്പോ ഈ രൂപത്തിൽ വരുന്ന ഒരുപാട് ഖുർആനിക വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് സംരക്ഷിച്ച് നമുക്ക് രൂപം നൽകി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർണയിച്ചു തന്ന നമ്മളെ ഖാലിഖായ അൽ ഖല്ലാഖായ റബ്ബിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അവന് ഒരാളെയും നമ്മളൊരു തരത്തിലും എന്താക്കാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല. കാരണം അതെന്താണ്, വമ്പിച്ച പാപമാണ് അല്ലെ. അള്ളാഹു തആല ഒരിക്കലും പൊറുക്കാത്ത, സ്വർഗത്തിലേക്ക് തീരെ പ്രവേശിക്കാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു മിനിറ്റ് ആ ഒരു അല്ലെ സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പോലും കഴിയാത്ത നരകത്തെ ഇത്ര ഹല്ലാക്ക് എന്നുള്ളത് ആത്മാവിൽ പെടുന്നതാ 189 നാമങ്ങളില്. ഇതെല്ലാം ഒരു നാമമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഖാലിഖും ഖല്ലാഖും എല്ലാം അത് അതിന്റെ ഒരു എന്താ പറയാ സബ്ബായിട്ട് വരുന്നതാണ്. അസ്മാഉൽ ഹുസ്നയിൽ പെടുന്നത് തന്നെയാണ് ഖല്ലാഖ്. കേട്ടാ ചോദിക്കാതെ പോയാ? ഓക്കെ. നമ്മള് ഒരു ദുആ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സുജൂദ് ചെയ്താല് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയും. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് നമ്മള് പിന്നെ തിലാവത്തിന്റെ സുജൂദിലും നമ്മൾ പറയില്ല. പക്ഷെ അതില് ആദ്യത്തെ വാചകങ്ങളൊന്നും ഇല്ല അല്ലെ. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതാണ് നമ്മൾ പറയല് അല്ലെ. ഇത് സാധാരണഗതിയിൽ നമുക്ക് സുജൂദിൽ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയിൽ പെട്ടതാണെന്ന് പറയും. അതായത് അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു, ഇതെല്ലാം വേഗം കിട്ടുന്ന വാക്കുകളാണ്. പിന്നെ സജദ വജ്ഹിയ ലില്ലദിയാണ്, അത് ഈസിയാണ് അല്ലെ. അപ്പൊ നമുക്ക് സുജൂദിലേക്ക് ഒരു പ്രാർത്ഥനയും കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടി. ഇത് മുമ്പ് ഞാൻ നിസ്കാരത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന അതിൽ വന്നിട്ടുണ്ട്. തിലാവത്തിന്റെ സുജൂദിലാണ് സജദ വജ്ഹിയ ലില്ലദി മുതൽ തിലാവത്തിന്റെ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ടത്. ഇത് അതിന് മുമ്പ് അല്ലാഹുമ്മ ലക സജദ്തു മുതൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കാം. അള്ളാഹുവാണ് പിന്നെ എന്താണ് നമ്മളെ സൃഷ്ടിച്ചവനും അല്ലെ, നമ്മളെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾക്ക് ഒരാളെയും ഉണ്ടാക്കാൻ പാടില്ല, കൂട്ടി അല്ലെ, അതായത് പങ്കുകാരെ ചേർത്ത് പറയാനേ പാടില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ അത് വലിയ അക്രമം എന്നാ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വലിയൊരു അക്രമിയാണെന്ന് പറയും അല്ലെ. ഒരാൾക്ക് ഇപ്പൊ നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയോ? ഒരിക്കലും കഴിയില്ല. പിന്നെ ചില ആൾക്കാർ കൺകെട്ട് വിദ്യ ഉണ്ടാക്കും അല്ലെ, മാജിക് ചെയ്യും. പക്ഷെ അതൊന്നും എന്തല്ല, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല. അപ്പം അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാം, അവന്റെ നാമങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ ഇത്തരം ആയത്തുകൾ കാണുമ്പോൾ അത് ഓർമ്മിക്കുക, അതെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മളെ സൃഷ്ടിപ്പിലേക്ക് ഒന്ന് നോക്കുക, നമ്മളെ സൃഷ്ടിച്ച റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച് ഒന്ന് ഓർമ്മിക്കുക. അങ്ങനെ കൂടുതലായിട്ട് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽ ബാരി, നിർമ്മാതാവ് അല്ലെ, മുൻ മാതൃകയില്ലാതെ പടക്കുന്നവൻ എന്നാണ് അൽ ബാരി എന്നുള്ള വാക്കിന് അർത്ഥം പറയുന്നത്. നേരത്തെ നമ്മൾ ഖാലിഖിന് പറഞ്ഞ അതേപോലെ തന്നെയാണ് അല്ലെ. നമ്മള് സൃഷ്ടികൾക്ക് പറയുമ്പോൾ അൽ ബരിയ എന്ന് പറയുന്നില്ലേ അല്ലെ, ബരിയ, ഖൈറുൽ ബരിയ എന്ന് പറയുന്നില്ലേ. ഇമാം ഇബ്നുൽ അസീർ റഹ്മുല്ല അദ്ദേഹം പറയുന്നു, സൃഷ്ടികളെ മുൻ മാതൃകയില്ലാതെ പടച്ചവനാണ് അൽ ബാരി. എന്നാൽ അൽ ബാരി എന്ന പദത്തിന് ഇതര സൃഷ്ടികളുമായി ഇല്ലാത്ത പ്രത്യേക ബന്ധം
ജീവിവർഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള സൃഷ്ടികളുമായി ഇല്ലാത്ത ഒരു പ്രത്യേക ബന്ധം ജീവിവർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പദം ജീവിവർഗമല്ലാത്തവർക്ക് വിരളമായേ പ്രയോഗിക്കൂ. അപ്പം ഇപ്പം അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളെ കൂടാതെ ഒരുപാട് ഈ ദുനിയാവിൽ വേറെയും ഒരുപാടുണ്ട് അല്ലെ. മലകളും പിന്നെ ഇതും ആകാശത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ ഒരുപാട് പിന്നെ ജീവനില്ലാത്ത വസ്തുക്കളുണ്ട് അല്ലെ. അപ്പം ഈ അൽ ബാരി എന്നുള്ള എന്നുള്ള ആ ഒരു പദം പിന്നെ അതായത് വർഗമല്ലാത്തവർക്ക് അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല എന്ന് പറയും. വളരെ കുറഞ്ഞ രൂപത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകും. പിന്നെ ഒരു ഇത് പറയുന്നുണ്ട് ഇതില്, ഖുർആനിൽ ഇല്ലാത്ത വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന അബൂ ജുഹ്ഫയുടെ ചോദ്യത്തിന് അലി റളിയല്ലാഹു അൻഹു മറുപടി ഇങ്ങനെയാ പറഞ്ഞത്: ലാ വല്ലദി ഫലഖൽ ഹബ്ബത വബറഅൻ നസമത മാ അഅലമുഹു ഇല്ലാ എന്താണ് ഫഹുമാ യുഅതീഹില്ലാഹു റജുലൻ ഫിൽ ഖുർആൻ. അതായത് അതിന്റെ അർത്ഥം പറയാം, ധാന്യം ഫഹ്മൻ എന്നാണ് അല്ലെ. ധാന്യം പിളർത്തുകയും ജീവനുള്ളവയെ പടക്കുകയും ചെയ്ത അള്ളാഹു ആണ് സത്യം. ഒരു മനുഷ്യന് അള്ളാഹു ഖുർആനിൽ നൽകുന്ന അറിവല്ലാതെ ഖുർആനിൽ ഇല്ലാത്ത യാതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പം പിന്നെ ധാന്യം പിളർത്തുകയും ജീവനുള്ളവയെ പടക്കുകയും ചെയ്ത അള്ളാഹു എന്നാണ് അവിടെ ആ ബറ എന്നുള്ള ആ ഒരു ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. ബറ അന്നസമ. അപ്പം ധാന്യം എന്ന് പറയുന്നത് എന്താണ്? ധാന്യം ഫലഖൽ ഹബ്ബ അല്ലെ. പിന്നെ ബറ അന്നസമ എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ ബറ എന്നുള്ള വാക്ക് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഖുർആനിൽ നിന്നല്ലാത്ത സൂറത്തുൽ അതെ, സൂറത്തുൽ ബഖറ അതിനെ പറയാം. അടുത്ത വാക്ക് അതന്നെ പറയാൻ പറ്റുന്നത്. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ഹഷറിലും ആണ് അൽ ബാരി എന്നുള്ള അള്ളാഹുവിന്റെ നാമം വന്നിട്ടുള്ളൂ. 2 സ്ഥലങ്ങളിൽ മാത്രം. അവിടെ വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഉജ്ല ഫതൂബു ഇലാ ബാരിഇകും. 2 സ്ഥലത്താണ് വരുന്നുണ്ട്. ഫതൂബു ഇലാ ബാരിഇകും ഫഖ്തുലു. അതെ, ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും. അങ്ങനെ 2 സ്ഥലത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങളെ തന്നെ പിന്നെ അത് ആ ഒരു അർത്ഥം അല്ലെ, കൊല്ലാൻ വേണ്ടിയിട്ട് പറയുന്ന ആ ഒരു കഥ, മൂസാ നബിന്റെയും ബനൂ ഇസ്രായേലും അവിടെയുള്ള സംഭാഷണങ്ങൾ. അപ്പൊ അവിടെ ബാരി എന്നുള്ള പദം വന്നിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ഹഷറിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്നുള്ള അവിടെയും അങ്ങനെ 2 സ്ഥലങ്ങളിലാണോലും പരിശുദ്ധ ഖുർആനിൽ അൽ ബാരി എന്നുള്ള ആ ഒരു പദം വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അതിന് കൂടുതൽ വിശദീകരണമൊന്നും വേറെ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ അത്രയും അങ്ങനെ മനസ്സിലാക്കാം. ഏകദേശം ഖാലിഖ് എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് ബാരിയിലും വരുന്നത്. പക്ഷെ അതിന്റെ ചെറിയൊരു വ്യത്യാസം മാത്രം. ഓക്കെ, ഒന്നും കൂടി പറയാം അല്ലെ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽ മുസവ്വിർ, ഇതും ശരിക്കും പറയുമ്പോ അല്ലെ, ചിന്തിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഓരോന്നിന്റെ ആ കണക്ഷൻ നോക്കിയാട്ടെ. അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ നമ്മൾ അധികം അടുത്തടുത്ത് പറയുന്ന നാമങ്ങൾ തന്നെയാണ് അല്ലെ. മുസവ്വിർ, അൽ മുസവ്വിർ എന്ന് പറഞ്ഞാല് എന്താണ്? രൂപപ്പെടുത്തുന്നവൻ എന്നുള്ളതാണ് അവിടെ വരുന്നത് അല്ലെ. അതായത് അള്ളാഹു തന്റെ യുക്തിയുടെയും കാരുണ്യത്തിന്റെയും അറിവിന്റെയും തേട്ടമനുസരിച്ച് സൃഷ്ടിക്കുകയും സൃഷ്ടികൾക്ക് രൂപം നൽകുകയും ചെയ്യുന്നവനാണ്. ഓരോ വസ്തുവിനും അവൻ ഉദ്ദേശിച്ചതും വ്യക്തവുമായ ഒരു രൂപം. അപ്പം അള്ളാഹു അല്ലെ നമുക്ക് രൂപം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അൽ മുസവ്വിർ എന്നുള്ള ഈ അർത്ഥം. അപ്പം ഈ ഉണ്ടാകുന്ന ഈ ഒരു ലോകം ഉണ്ടല്ലോ, ഈ ഒരു ലോകത്തിന്റെ എല്ലാ വസ്തുക്കളുടെയും രൂപകൽപ്പന ചെയ്ത് ക്രമീകരിച്ച് ഓരോന്നിനും അല്ലെ, ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രത്യേക രൂപം, കോലം ഒക്കെ നൽകിയവനാണ് ആര്? അള്ളാഹു. ശരിക്കും ഇപ്പം പിന്നെ ഓരോ മനുഷ്യരെയും ചിന്തിച്ചാൽ എല്ലാവരുടെയും കണ്ണും മൂക്കും
ചെവിയും കാലും കൈകളും എല്ലാം ഏകദേശം ഒരേ രൂപത്തിൽ തന്നെ അല്ലെ. നമ്മളിപ്പോ ഒരു മനുഷ്യനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചത് എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും ചിലപ്പോ അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ, ഒരു ഉമ്മാന്റെ 10 മക്കൾ ഉണ്ടെങ്കിൽ ആ 10 മക്കൾക്കും വ്യത്യസ്തമായ അല്ലെ ഒരു ചെറിയൊരു സാമ്യത ഉണ്ടാവും. ഉമ്മയായിട്ടോ ഉപ്പയായിട്ടോ സാമ്യത ഉണ്ടാവും എന്നല്ലാതെ ചിലപ്പോ ഉമ്മാനെ അറിയുന്ന ആള് പറയും ആ ഉമ്മാനെ പോലെ തന്നെയെന്ന് പറയും, ഉപ്പാനെ അറിയുന്ന ആള് പറയും ഉപ്പാനെ പോലെ തന്നെയെന്ന് പറയും അല്ലെ. ശരിക്കും അതും ഭയങ്കര ഒരു ആശ്ചര്യമല്ലേ അല്ലെ. ചില കാര്യങ്ങളിൽ ചിലതിൽ ഉമ്മാന്റെ സാദൃശ്യം ഉണ്ടാവും, ചിലതിൽ ഉപ്പാന്റെ സാദൃശ്യം ഉണ്ടാവും. അങ്ങനെ 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 ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ടല്ലേ. മനുഷ്യന്റെ കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് സുബ്ഹാനല്ലാഹ് അത്ര പറഞ്ഞാലും മതിയാവില്ല. ഇനി പിന്നെ ഓരോ ജീവജാലങ്ങളുടെ അടുത്ത് നോക്കിയാട്ടെ അല്ലെ, ഓരോ ജീവികളുടെയും രൂപത്തിന്റെ ഓരോ ഘടന, പിന്നെ പക്ഷികളിലേക്കും ഓരോ ജന്തുക്കളിലേക്കും നോക്കി നോക്കിയാലേ അതിനെല്ലാം ആ കളറ് കൊടുത്തതിനെ പറ്റിയിട്ടെല്ലാം സുബ്ഹാനല്ലാഹ് അല്ലെ. ചില ജീവികളെ കാണുമ്പില്ലേ കാർട്ടൂണിലെല്ലാം നമ്മള് കണ്ടതുപോലെ തോന്നും കളറ്, പക്ഷെ ശരിക്കും അത് ശരിക്കുള്ള ജീവനുള്ള ഒരു ജീവി തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ശരിക്കും അങ്ങനെ ഒന്നുള്ള ജീവിയൊന്നും ഉണ്ടാവൂല എന്നാണ് പണ്ട് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഓരോന്നിങ്ങനെ കാണുമ്പോ ഭയങ്കര ആശ്ചര്യം അല്ലെ. ചില ചിത്രശലഭങ്ങൾ ബട്ടർഫ്ലൈ തന്നെ കാണുമ്പോ എന്താണല്ലേ അതിന്റെ ഒരു കളറ് അള്ളാഹ് കൊടുത്ത ആ ഒരു വർണ്ണം. സിബ്ഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ പറഞ്ഞില്ലേ അല്ലെ. അപ്പം ആ ഒരു രൂപം അല്ലെ, രൂപത്തിന്റെ കാര്യത്തിൽ തന്നെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഓരോ സൃഷ്ടികൾക്കും അല്ലെ ഓരോ രൂപം നൽകി. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹ് നോക്കാം, നമ്മളെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സൗവറക്കും അഹ്സന സുവറക്കും, അള്ളാഹു നിങ്ങൾക്ക് രൂപം നൽകുകയും നിങ്ങളുടെ രൂപങ്ങൾ അവൻ നന്നാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് ആറഫൂവാൻ അല്ലെ, പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോ അല്ലെ എത്ര അല്ലെ നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു എത്ര അനുഗ്രഹീത പൂർണ്ണനാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ പറഞ്ഞാലും അള്ളാഹിനെ സ്തുതിച്ചാലും മതിയാകൂല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഗർഭാശയങ്ങളിൽ നമുക്കിനി സൂറത്തു ആല ഇംറാനിൽ പഠിക്കാനുള്ള ആയത്താണ്. 4, 5 കഴിഞ്ഞ 6-ാമത്തെ ആയത്താണ്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാം. അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനത്രേ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ ഒരു രൂപപ്പെടുത്തുന്ന ആ ഒരു കാര്യം വരുന്നുണ്ട്. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് ഫസവ്വറക്കും ഫഅഹ്സന സുവറക്കും. ആകാശങ്ങളെയും ഭൂമിയെയും അവൻ മുറപ്രകാരം സൃഷ്ടിച്ച് എന്നിട്ട് നിങ്ങൾക്ക് അവൻ രൂപം നൽകി, രൂപങ്ങൾ ഏറ്റവും നന്നാക്കുകയും ചെയ്തു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു അല്ലെ അങ്ങേയറ്റം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ സൂറത്തുൽ ഹശ്റിൽ വന്ന ആയത്ത്, അവിടെയും മുസവ്വിർ വന്നിട്ടുണ്ട് അല്ലെ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ അല്ലെ. അവൻ സൃഷ്ടാവാണ്, നിർമ്മാതാവാണ്, അതിന് രൂപം നൽകുന്നവനായ അള്ളാഹു അല്ലെ. അവനത്രേ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ രൂപത്തിന്റെ വിഷയത്തിൽ നമുക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. മൻ സവ്വറ സൂറത്തൻ ഫിദ്ദുനിയ കുല്ലിഫ അൻ യൻഫുഖ ഫീഹാ അർറൂഹ് യൗമൽ ഖിയാമ വലൈസ ബിനാഫിഹ്. ആരെങ്കിലും ദുനിയാവിൽ ഒരു രൂപം ഉണ്ടാക്കിയാൽ അതിൽ ആത്മാവ് ഊതാൻ വേണ്ടിയിട്ട് അന്ത്യനാളിൽ അള്ളാഹു അവനോട് നിർബന്ധിക്കും എന്ന് പറയുന്നത്. ഒരിക്കലും ഊതാൻ കഴിയുകയും ചെയ്യില്ല. അത് രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. രൂപം ഉണ്ടാക്കാൻ പാടില്ല, രൂപം ഉണ്ടാക്കുന്നവരും പിന്നെ അത് ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം നരകത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അവര് ആ രൂപങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ ചിത്രം വരക്കുന്ന മനുഷ്യന്മാരുടെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരക്കുക, പിന്നെ അതുപോലെ രൂപങ്ങൾ നിർമ്മിച്ചിട്ട് വിൽപ്പനൊക്കെ നടത്തുന്ന ആ ഒരു രീതിയാണ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഫോട്ടോന്റെ വിഷയം വരും. അപ്പൊ അതില് ഒരുപാട് പിന്നെ മസാലകളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതില് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ആവശ്യമില്ലാണ്ട് വെറുതെ ഫോട്ടോ എടുക്കുന്നത് അത്ര നല്ലതല്ല. എന്തായാലും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ ഫോട്ടോ എടുക്കുന്നതിനെ പൂർണ്ണമായിട്ടും എന്താക്കുന്നില്ല, എല്ലാവരും ഒരുപോലെ അതിനെ പൂർണ്ണമായും വിരോധിക്കുന്നില്ല. കാരണം അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഫോട്ടോ എന്തായാലും നിർബന്ധമാണല്ലോ.
പാസ്പോർട്ട്, ഐഡന്റി കാർഡ്, ആധാർ, അങ്ങനെ പല കാര്യങ്ങളിലും ഫോട്ടോ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അവിടെ വിഷയം തെറ്റാവുന്നത്, ഹറാമാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഫോട്ടോസ് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിനാണ് പിന്നെ വിരോധിക്കുന്നത്. അതിലും ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ പരമാവധി അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ പരിശ്രമിക്കാം. പിന്നെ പിന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് വെക്കുന്നത്, അതുപോലെ വാൾപേപ്പർ ആക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാറ്റസ് വെക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറേ ഭാഗം ഒഴിവാക്കാം. ഫോട്ടോ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അത്യാവശ്യം എടുക്കുന്നതിനെ കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മളത് എന്താക്കണ്ട, ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തൂക്കിയിടണം, അങ്ങനെയൊന്നും ചെയ്യണ്ട. അത് പരമാവധി ഒളിപ്പിച്ച് വെക്കുക, മറച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ചിരിക്കുന്നത്? ഇവിടെ അല്ലേ 33 ബാങ്ക്. ആ ചിത്രം വെക്കാൻ പറ്റൂലേ ഈ പ്രൊഫൈൽ പിക്ക്? എങ്ങനെ